ഹായ്, നീറ്റ് എൻട്രൻസിനും ICAR എൻട്രൻസിനും വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12th കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. തുടങ്ങാം നമുക്ക്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the complexes CONH3 6 times, CrCN 6 times and CrNH3 6 times, COCN 6 times are the examples of which type of isomerism? അപ്പോൾ ഇവിടെ ഐസോമെറിസവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം നമ്മുടെ ഐസോമെറിസം കോംപ്ലക്സുകൾ കാണിക്കുന്ന ഐസോമെറിസം പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ്. ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഐസോമെറിസവും രണ്ടാമത്തേത് ജോമെട്രിക് നമ്മുടെ സ്റ്റീരിയോ ഐസോമെറിസവുമാണ്. ഇതിൽ സ്ട്രക്ചറൽ ഐസോമെറിസം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അയണൈസേഷൻ ഐസോമെറിസം, സോൾവേറ്റ് ഓർ ഹൈഡ്രേറ്റ് ഐസോമെറിസം പഠിക്കുന്നുണ്ട്, കോർഡിനേഷൻ ഐസോമെറിസം പഠിക്കുന്നുണ്ട്, ലിങ്കേജ് ഐസോമെറിസം പഠിക്കുന്നുണ്ട്. സോ ഇവരെയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു വഴിയും നമുക്കുണ്ട് അല്ലെ. അപ്പൊ ഇതില് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കോംപ്ലക്സുകൾ ഏതൊക്കെയാ? ഒന്ന് CONH3 6 ടൈംസ്, രണ്ടാമത് CrCN 6 ടൈംസ്. ഇതിന്റെ അടുത്തത് എങ്ങനെ തന്നിരിക്കുന്നത്? അടുത്ത ഐസോമെറിക് ഫോം എങ്ങനെ തന്നിരിക്കുന്നത്? അടുത്ത ഐസോമെറിക് ഫോം എന്ന് പറയുന്നത് CrNH3 6 ടൈംസ് കോബാൾട്ട് CN 6 ടൈംസ്. അപ്പോൾ ആകെ ഇവിടെ ചെയ്തിരിക്കുന്നത് ലിഗാൻഡുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ലിഗാൻഡുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്ന ഐസോമെറിസത്തിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് കോർഡിനേറ്റ് ഐസോമെറിസം. അപ്പൊ കോർഡിനേറ്റ് ഐസോമെറിസം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആനോൺ ഭാഗത്തും കാറ്റോൺ ഭാഗത്തും കോർഡിനേഷൻ സ്ഫിയർ ആണോ നോക്കിയാലും മതി. കാരണം അങ്ങനെ വേറെ ഐസോമെറിസം വേറെ പഠിക്കാനുമില്ല. സോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത് കോർഡിനേറ്റ് ഐസോമെറിസം ആണെന്ന്. സോ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the IUPAC name of K2NiCN 4 times is. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. K2 നിക്കൽ CN 4 times. സോ ഇതാണ് കോമ്പൗണ്ട്. IUPAC നെയിമിംഗ് കോർഡിനേഷൻ കോംപ്ലക്സുകളുടെ ഒക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കാണും നിങ്ങള്. സോ നിങ്ങൾ നെയിമിംഗ് ഒക്കെ പഠിച്ച് തറവായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ നെയിമിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. സോ ആദ്യം നമ്മൾ ആരുടെ പേര് എഴുതാൻ പാടുള്ളൂ? നമ്മള് കാറ്റോണിന്റെ പേര് എഴുതാൻ പാടുള്ളൂ. ആരാ ഇവിടുത്തെ കാറ്റോൺ എന്ന് പറയുന്നത്? പൊട്ടാസ്യം ആണ് ഇവിടുത്തെ കാറ്റോൺ. സോ പൊട്ടാസ്യം. അപ്പൊ കാറ്റോണിന്റെ പേര് കഴിഞ്ഞു. സ്പേസ് ഇട്ടിട്ട് ആനോണിന്റെ പേര്. ആനോണിന്റെ പേര് വരുമ്പോ കോംപ്ലക്സ് ആണ്. കോംപ്ലക്സിൽ നമ്മൾ ആദ്യം ലിഗാൻഡിന്റെ പേര് എഴുതണം. ലിഗാൻഡിന്റെ പേര് എഴുതുമ്പോൾ അതിന്റെ എണ്ണം നമ്മൾ പ്രിഫിക്സ് ആയിട്ട് എഴുതണം അല്ലെ. സോ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 4 എണ്ണം ഉണ്ട്. സോ 4 എന്ന് പറയുന്നത് ടെട്രാ and this is cyno അല്ലെ. അപ്പൊ ടെട്രാ സൈനോ. ടെട്രാ സൈനോ. അടുത്ത് നിക്കൽ ആണ് നമ്മൾ ഇവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് നിക്കൽ ഇവിടെ ഏത് ഭാഗത്താണ് വന്നിരിക്കുന്നത്? ആനയോൺ ഭാഗത്താണ് വരുന്നത്. ആനയോൺ ഭാഗത്ത് മെറ്റൽ വന്നാൽ അതിനോടൊപ്പം നമ്മൾ എന്ത് ചേർക്കും? ATE. സോ ദ നെയിം ഈസ് നിക്കലേറ്റ് എന്ന് വരും അല്ലെ. സോ ഇറ്റ് ഈസ് നിക്കലേറ്റ്. പേര് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ റോമൻ ലെറ്ററിൽ എഴുതി കാണിക്കണം. സോ വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പൊട്ടാസ്യത്തിന് 2 എണ്ണം ഉള്ളതുകൊണ്ട് +2, സയനൈഡ് ഒരെണ്ണം -1, 4 എണ്ണം വരുമ്പോ -4. അപ്പൊ രണ്ടും കൂടി കൂട്ടുമ്പോ -2. ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നിക്കലിന്, ദാറ്റ് ഈസ് +2. അപ്പൊ ടോട്ടൽ 0 ആയിക്കോളും. സോ നിക്കലിന് +2 വന്നു. അപ്പൊ നമ്മളിവിടെ എത്ര എഴുതും? 2 എന്ന് റോമൻ ലെറ്ററിൽ എഴുതി കാണിക്കണം. സോ പൊട്ടാസ്യം ടെട്രാ സൈനോ നിക്കലേറ്റ് 2 ഓപ്ഷൻ A is the right answer. ക്ലിയർ ആയോ? നെയിമിംഗ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the type of isomerism shown by the complex cobalt CO small letter O ആണ്, COCl2 En 2 times is എന്നാണ്. So cobalt Cl2 En 2 times. സോ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് ഏത് ടൈപ്പ് ഐസോമെറിസം കാണിക്കും എന്നാണ് ചോദ്യം.
അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനെ ജനറൽ ഫോർമാറ്റിൽ എഴുതുക. നമുക്കറിയാം ഐസോമെറിസത്തിൽ നമ്മൾ ജനറൽ ഫോമിൽ പഠിക്കും അല്ലെ. ഇപ്പൊ ഒപ്റ്റിക്കലിനാണെങ്കിൽ MAA thrice എന്ന് പഠിക്കുന്നുണ്ട്, MAA twice B2 എന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജോമെട്രിയിലാണെങ്കിൽ MA4B2, അങ്ങനെ നമ്മൾ ഓരോന്നിനും A3 B3 അങ്ങനെ കുറെ ഫോർമുലകൾ പഠിക്കുന്നുണ്ട്. സോ അതിൽ ഏതെങ്കിലും ഫോർമുലയിൽ ഇത് വരുന്നോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇത് ഒരു ഡൈഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. അപ്പൊ നമുക്ക് ഇത് മെറ്റൽ ആണ്. സോ ഇത് ഡൈഡെന്റേറ്റ് ആകുമ്പോൾ നമ്മൾ AA എന്ന് എഴുതും അല്ലെ, ട്വൈസ്. ഇത് സെപ്പറേറ്റ് മോണോഡെന്റേറ്റ് ലിഗാൻഡ് ആണ് B2. സോ MAA twice B2 എന്ന് പറയുന്ന ഫോർമുല രൂപത്തിലാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫോർമുലയുള്ള കോമ്പൗണ്ട് ഉറപ്പായിട്ടും എന്ത് കാണിക്കും? ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കും. MAA twice B2 എന്ന ഫോർമുലയിൽ വരുന്ന ഏതൊരു കോമ്പൗണ്ടും ഉറപ്പാണ് അത് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിച്ചിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ ജോമെട്രിക്കൽ ഐസോമെറിസം എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ C and that is the right answer. Next question. The number of d electrons in CrH2O6 times 3+ atomic number of chromium ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ചോദിച്ചിരിക്കുന്നത് ആ കോമ്പൗണ്ടിനകത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ക്രോമിയത്തിനകത്ത് എത്ര d ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ്. അപ്പൊ നമുക്കത് കണ്ടെത്താം. സോ തന്നിരിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് CrH2O 6 times 3+ എന്നാണ്. CrH2O 6 times 3+ എന്ന കോമ്പൗണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. സോ ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇറ്റ് ഈസ് 24. സോ 24 ആകുമ്പോൾ നമ്മള് അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ 4s2 അപ്പൊ 20 ആയി, 3d4 അപ്പൊ 24 ആയി. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, അറിയാലോ നിങ്ങൾക്ക്. ആർഗണും കൂടി ഉണ്ട്. ഞാനിപ്പോ ഫുള്ള് എൻട്രൻസിൽ ഫുള്ള് എഴുതി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. സോ 4s2 3d4 അങ്ങനെ വന്ന് നിൽക്കും. പക്ഷെ ക്രോമിയം ഇവിടെ ക്രോമിയം ആറ്റം ആയിട്ടല്ല, അയോൺ ആയിട്ടാണ് ഇരിക്കുന്നത്. മെറ്റൽ അയോൺ ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അതിന്റെ സ്റ്റേറ്റ്, ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. വാട്ടറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന +3 ആരുടെ ആയിരിക്കും? അത് ക്രോമിയത്തിന്റെ ആണ്. സോ ക്രോമിയത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +3 എന്ന് കിട്ടി. +3 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 3 ഇലക്ട്രോൺ പോയി. സോ 3 ഇലക്ട്രോൺ എവിടുന്ന് പോകും? ഏറ്റവും അവസാനത്തേനെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ 2 ഇലക്ട്രോണെ ആകെ ഇവിടെ പോകാനായിട്ടുള്ളൂ. സോ ഈ 2 ഇലക്ട്രോൺ ആദ്യം പോകും. പിന്നെ 1 ഇലക്ട്രോൺ എവിടുന്ന് പോകും? ഇവിടുന്ന് പോകും. ബാലൻസ് എത്രയുണ്ട്? 3 എണ്ണം. അപ്പോ 3Dയിൽ ഇപ്പൊ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? 3 ഇലക്ട്രോൺസേ ഉള്ളൂ. എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നതാണ് അവിടുത്തെ ചോദ്യം. സോ അവസാനത്തെ D ഓർബിറ്റലില് 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓപ്ഷൻ B 3 തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following pairs of d orbital will have electron density along the axis? അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി along the ആക്സിസിലുള്ള d ഓർബിറ്റൽ ഏത് എന്നാണ്. d ഓർബിറ്റൽ എത്ര എണ്ണം ഉണ്ട്? 5 ടൈപ്പ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാ? dxy, dyz, dxz, dx2y2, dz2. സോ ഇത്രയുമാണ് അതിനകത്ത് വരുന്നത്. ഇതിനകത്ത് dxy വരുന്നത് ഇങ്ങനെയാണ് അല്ലെ. അതുപോലെ dxz ഇത് x, ഇത് z, xz എടുത്താൽ അതും ഇതുപോലെ തന്നെ. ഇത് xz. dyz അതും ഇതുപോലെ തന്നെ. അപ്പൊ നമ്മൾ നോക്കിയേ, ഈ 3 ഫിഗർ നമ്മൾ നോക്കുമ്പോഴും ഇതിൽ ആക്സിസിൽ കൂടിയല്ല ഇലക്ട്രോൺ ഡെൻസിറ്റി കിടക്കുന്നത്. ആക്സിസുകളുടെ ഇടയിലായിട്ടാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കിടക്കുന്നത്. എന്നാൽ dx2y2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഓൺ ദി ആക്സിസിലാണ് വരുന്നത്. ഓൺ ദി ആക്സിസ്. സോ അതുകൊണ്ട് തന്നെ dx2y2 ഓൺ ദി ആക്സിസിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നത്. അതുപോലെ dz2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് z ആക്സിസ് ആണെങ്കിൽ അതും ഇതുപോലെ തന്നെ ഓൺ ദി ആക്സിസിലാണ് അവിടെയും എന്ത് വരുന്നത്? ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നത്. സോ ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നത് അത് ആക്സിസിൽ വരുന്നത് 2 പേർക്കാണ്. ഒന്ന് dx2y2 വരും, അതുപോലെ dz2 വരും. സോ അത് രണ്ടും ഓപ്ഷൻ ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. dx2y2, dz2, ഓപ്ഷൻ C, and that is the right answer. Next question. The geometry and magnetic behavior of the complex nickel CO4 times R. സോ നമുക്ക് അവിടെ മാഗ്നറ്റിക് ബിഹേവിയറും കണ്ടെത്തണം, ഒപ്പം അതിന്റെ ജോമെട്രിക് ഷേപ്പും കണ്ടെത്തണം. ഇത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ VB തിയറി വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് VB തിയറി അപ്ലൈ ചെയ്ത് ഷേപ്പും മാഗ്നറ്റിക് ബിഹേവിയറും കണ്ടെത്താം.
സോ കോമ്പൗണ്ട് നിക്കൽ CO 4 times ആണ്. നിക്കൽ, what is the atomic number? നിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും അയൺ കൊബാൾട്ട് നിക്കൽ, ദാറ്റ് ഈസ് 26, 27, 28 ലാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് 28. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ 4s2 3d8 എന്ന് വരും. അപ്പോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതി കഴിഞ്ഞു. പക്ഷെ നിക്കലായിട്ടാണോ ഇവിടെ ഇരിക്കുന്നത്, അതോ എന്തെങ്കിലും അയോണിക് ഫോമിലാണോ ഇരിക്കുന്നത് എന്ന് നമ്മൾ അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കണ്ടെത്താം. ഇവിടെ ചാർജും തന്നിട്ടില്ല, സോ ഇറ്റ് ഈസ് 0. കാർബൺ മോണോക്സൈഡിന്റെയും 0 തന്നെയാണ്. സോ നിക്കലിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്ര തന്നെ വരും? 0 എന്ന് തന്നെ വരും. സോ ദർ ഈസ് നോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇലക്ട്രോൺസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ നിന്ന് നഷ്ടമായിട്ടില്ല. സോ ദിസ് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി കാർബൺ മോണോക്സൈഡ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരും. കാരണം കാർബൺ മോണോക്സൈഡ് അല്പം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോ 3D 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 4s 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സ്ട്രോങ് ആയിട്ടൊരു ഫീൽഡ് ലിഗാൻഡ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഈ 4s 2 ഇലക്ട്രോൺസ് ഇപ്പുറത്തോട്ട് ചാടും. വളരെ VIP പാർട്ടിയല്ലേ വരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇവിടെയൊക്കെ കണ്ടോ, ഒറ്റയ്ക്ക് 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിലാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം പെയറിംഗ് ചെയ്യും. സോ മാക്സിമം പെയറിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 ഇലക്ട്രോൺസിനോട് ഇങ്ങോട്ട് കൊടുത്ത് നമുക്ക് ഇവിടെ പെയർ ചെയ്യിപ്പിക്കാം. അപ്പൊ നോക്കിയേ, ഒരു വാക്കന്റ് ഓർബിറ്റൽ കിട്ടി. എത്ര CO വരുന്നത്? 4 എണ്ണമാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് 4s 1 സ്ഥലേ ആയിട്ടുള്ളൂ. നമുക്കിനി 3 സ്ഥലം കൂടി, 3 ഇതുപോലത്തെ കാലിപ്പെട്ടികൾ കൂടി നമുക്ക് വേണം. അതിനുവേണ്ടി നമുക്ക് അപ്പുറത്ത് നിന്ന് കടമെടുക്കാം. 4s കഴിഞ്ഞാൽ അടുത്തത് ആരാ? 4p. 4p-യില് 3 എണ്ണം അവിടെ ആരും ഇല്ലാതെ വെറുതെ ഇരിപ്പുണ്ട്. സോ അതുകൂടി നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള 4 സീറ്റും റെഡിയായി. അപ്പൊ ഹൈബ്രിഡൈസേഷൻ ഏത് വരും? sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ എന്താ ഷേപ്പ്? ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണെന്നേ, അത് എല്ലാവർക്കും അറിയാവുന്ന. സോ ഇറ്റ് ഈസ് ടെട്രാഹീഡ്രൽ ഷേപ്പ്. ഒപ്പം ഇത് മാഗ്നറ്റിക് ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പെയർഡ് ആണ്. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോണേ ഇല്ല. സോ ഇറ്റ് ഈസ് ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ആണ് വിത്ത് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇത് പാരാമാഗ്നറ്റിക് അല്ല, ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഒക്കെ 0 വരുന്നത്. സോ ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. So it is tetrahedral geometry and diamagnetic. Option B is the right answer. Option B ആണ് right ആയിട്ട് വരുന്നത്. Clear ആണല്ലോ? Next question. Which one of the following is an outer orbital complex and exhibit paramagnetic behavior? താഴെയുള്ളതിൽ ആരാണ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് തരിക, ഒപ്പം പാരാമാഗ്നറ്റിക് ബിഹേവിയർ, അതായത് അൺപെയർഡ് ഇലക്ട്രോൺ ആരിൽ കാണപ്പെടും എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ തന്നിരിക്കുന്ന എല്ലാവരിലും VB തിയറി അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുകയേ വഴിയുള്ളൂ. നമുക്ക് നോക്കാം. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട്. അതായത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഇല്ലാത്ത ആൾക്കാരെ ആദ്യം സെലക്ട് ചെയ്യുക, അവരെ ആദ്യം വർക്ക്ഔട്ട് ചെയ്യുക. അവരിൽ നിന്ന് തന്നെ മിക്കവാറും നമുക്ക് ആൻസർ കിട്ടും. ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിന് നിക്കൽ CH3 എല്ലാം NH3 തന്നിരിക്കുന്നത്. NH3 കൊബാൾട്ടിന്റെ കൂടെ വരുമ്പോൾ മാത്രം സ്ട്രോങ് ഫീൽഡ് ആണ്. ബാക്കിയുള്ള കേസിലെല്ലാം അത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ നിക്കലിന്റെ കൂടെയാണ് ആദ്യം വന്നിരിക്കുന്നത്. നമുക്ക് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. സോ നിക്കൽ NH3 6 times 2+. അപ്പൊ നിക്കൽ എന്ന് പറയുന്നത് 28 ആണ് അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d8. പക്ഷെ നിക്കൽ ഇവിടെ ഇരിക്കുന്നത് ഇത് 0. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇയാളുടെ തന്നെ സ്റ്റേറ്റ് ആണ്, +2 സ്റ്റേറ്റ്. അപ്പൊ ഇയാളിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി, അത് ഔട്ടറിലായിരിക്കും പോവുക. സോ ദാറ്റ് ഇസ് 0. ഇത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പെയറിംഗ് ഒന്നും ഇനി നടക്കത്തില്ല. സോ ഇതൊരു ഓർബിറ്റിൽ മാത്രമേ ഇവിടെ മിച്ചമുള്ളൂ. ബാക്കി 3D-യിലാണെങ്കിൽ 8 ഇലക്ട്രോൺസും അവിടെ സുന്ദരമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. സോ 4s മാത്രമേ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് ഓർബിറ്റൽ കിട്ടുന്നുള്ളൂ. 4s കഴിഞ്ഞാൽ അടുത്തത് 4p, അടുത്തത് 4d. 4p-യിലാണെങ്കിൽ 3 എണ്ണം ഉണ്ട്, 4d-യിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, 5 എണ്ണം ഉണ്ട്. നമുക്ക് വേണ്ടത് എത്ര എണ്ണമാണ്? അമോണിയ എത്ര എണ്ണം വരുന്നത്? 6 എണ്ണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 6 സീറ്റ് മതി. സോ 1 2 3 4 5 6. സോ ദിസ് ഈസ് ദി ഹൈബ്രിഡൈസേഷൻ. സോ വാട്ട് ഈസ് ദി ഹൈബ്രിഡൈസേഷൻ? യെസ്, എത്ര p? 3p അല്ലെ? sp3 എത്ര d? 2. അപ്പൊ sp3 d2 ഹൈബ്രിഡൈസേഷൻ. ആ D നമ്മൾ ഏത് D ആ? അപ്പുറത്ത് നിന്നുള്ള വെളിയിൽ നിന്നുള്ള D ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അകത്തുള്ള D ഉണ്ടായിരുന്നു 3D, അതല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. ഔട്ടർ D ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് എ ഔട്ടർ D കോംപ്ലക്സ്. ചോദ്യം എന്താ? ഔട്ടർ D കോംപ്ലക്സും
പാരാമാഗ്നറ്റിക്കും. കണ്ടില്ലേ ഇവിടെ രണ്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പാണ് അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. സോ ദിസ് ഈസ് ഔട്ടർ ഡി കോംപ്ലക്സുമാണ്, പാരാമാഗ്നറ്റിക്കുമാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മുടെ ആൻസർ ആണ്. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. Why do compounds having similar geometry have different magnetic moment? അതായത് ഒരേ ജോമെട്രി ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പല പല മാഗ്നറ്റിക് മൊമെന്റ്സ് അവർ കാണിക്കുന്നത്? മാഗ്നറ്റിക് മൊമെന്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെയർ ചെയ്യും, ചിലപ്പോൾ പെയർ ചെയ്യില്ല. ഈ പെയർ ചെയ്യുക, പെയർ ചെയ്യാതെ പാരാമാഗ്നറ്റിക് ആയിട്ട് തന്നെ ഇരിക്കുന്നതൊക്കെ എപ്പോഴാ? അത് നമ്മുടെ വരുന്നവരെ നോക്കിയിട്ടാ. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് വരുന്നതെങ്കിൽ എല്ലാവരും കയറി അങ്ങ് പെയർ ചെയ്യും. ഇനി വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് വരുന്നതെങ്കിൽ നീ അവിടെ കയറി ഇരിക്കടാന്ന് പറഞ്ഞിട്ട് അവന്മാർ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും, അവിടെ പെയറിംഗ് ഒന്നും നടക്കത്തില്ല. സോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ അത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ വരുന്നത് നോക്കിയിട്ടാണ് അവിടെ മാഗ്നറ്റിക് മൊമെന്റിൽ വ്യത്യാസം ഉണ്ടാവുന്നത്. അപ്പൊ ജോമെട്രി സെയിം ആണെങ്കിൽ പോലും ചിലപ്പോൾ ഇതുപോലെ വ്യത്യാസം വരാനുള്ള കാരണം വരുന്നവന്റെ സ്ട്രോങ് ആണോ വീക്ക് ആണോ നോക്കിയിട്ടാണ് ലിഗാൻഡ്. സോ നമുക്ക് അവിടെ ഏതെടുക്കാം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വീക്ക് ഓർ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് that determines the magnetic moment. So option C is the right answer. അപ്പോ ഇതുപോലുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കുക. ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ഞാൻ ഇനി എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഒപ്പം നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാക്കേജസ് ഒക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ തുടരുകയാണ്. റിപ്പീറ്റേഴ്സ് ഓൺലൈനായിട്ടും പഠിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നും നിങ്ങൾക്ക് പഠിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ക്ലാസ് ടൈം ആണെങ്കിൽ. ദയവ് ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യുക. ഡീറ്റെയിൽസ് അയച്ചു തരാം. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.